നമസ്കാരം. സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭൗതിക ജീവിതത്തിൽ സ്വസ്ഥയും ജീവിത ഭദ്രതയും നൽകുന്ന പ്രധാന സംഗതി ധനം തന്നെ. പണത്തിനു പണം തന്നെ വേണം. ജ്യോതിഷനെ സമീപിക്കുന്ന നല്ലൊരു വിഭാഗത്തിന്റെയും പ്രധാന പ്രശ്നം ധനക്ലേശമാണ്. ചിലരാകട്ടെ വലിയ ധനവാന്മാരായി ജീവിച്ച് ധനം അശ്രദ്ധയോടെ കൈകാര്യം ചെയ്തതുകൊണ്ടു മാത്രം ഇന്നലെയുടെ നഷ്ടസ്വപ്നങ്ങളുമായി നെടുവീർപ്പിടുന്നവരാണ്. ധനം അതിനു ചാക്രിക സ്വഭാവമാണ്. അത് ഇന്ന് ഒരാളിലെങ്കിൽ നാളെ മറ്റൊരാളിലാണ്. കടബാധയാൽ ഉറക്കം നഷ്ടപ്പെട്ടവരെ നാം ധാരാളം കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ധനക്ലേശം അനുഭവിക്കാത്തവർ വിരളം. ഏതൊരാൾക്കും ധനക്ലേശം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ തീർച്ചയായും അതയാളുടെ ജാതകത്തിൽ കാണാനാകും. ധനതടസ്സം മാറാൻ പൂജയ്ക്കും ഹോമങ്ങൾക്കും പണം ചെലവഴിച്ചിട്ടും രക്ഷ കിട്ടാത്തവർ ധാരാളമാണ്. പഴമക്കാരുടെ ഒരു ചൊല്ലുണ്ട്, ഏതു വിഡ്ഢിക്കും ഒരു നല്ല കാലമുണ്ടെന്ന്. ഭഗവാൻ ഏതു മനുഷ്യനും അവന്റെ സുകൃതത്തിനും ജാതക വിധിക്കുമനുസരിച്ച് ജീവിതത്തിൽ സുഖകരമായ ഒരവസരം നൽകും. അതു പാഴാക്കരുത്. ധനത്തെ വേണ്ട വിധം മാനിക്കാതെയും അധർമ്മമായും ചിലവഴിക്കുന്നതാണ് ഒരു കാരണം. മറ്റൊന്ന്, അർഹിക്കാത്തവർക്ക് സഹായം കൊടുത്ത് അവരുടെ പ്രാരാബ്ധം ഏറ്റെടുക്കുക വഴി. പിന്നെ പൂർവജന്മദോഷം, തലമുറകളുടെ കുടുംബശാപം ഇവയാലും. ധനക്ലേശത്തിന് ഏറ്റവും നല്ല പരിഹാരം ശിവത്യപാദ ശരണം തന്നെ. സാക്ഷാൽ മഹാലക്ഷ്മിക്കും കുബേരനും കൂടി ധനം ചൊരിയുന്നത് ഭഗവാൻ പരമശിവൻ തന്റെ ധനേശ ശിവഭാവത്തിലാണെന്ന സത്യം മറക്കരുത്. ശിവ ഉപാസനയോടെ ദാരിദ്ര്യദഹന ശിവസ്തോത്രം ത്രിസന്ധ്യ നേരത്തും രാവിലെ ഋൺമോചന ഗണപതി മന്ത്രവും ജപിക്കുന്നിടത്ത് കടം മാറി ക്രമേണ ഐശ്വര്യം വന്നു തുടങ്ങുന്നതാണ്. കടം വരുന്നത് ജാതകദോഷം കൊണ്ടാണെന്നു സമാധാനിക്കുന്നവർ ഒന്നോർക്കണം. അവനവന്റെ ജീവിത ശൈലി കൊണ്ടാണ് കടം വരുന്നത്. ജാതകദോഷങ്ങൾക്ക് ഇക്കാര്യത്തിൽ രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഒരു മനുഷ്യന് കടം, ദുരിതം, സാമ്പത്തിക ക്ലേശങ്ങൾ ഇവ വരുന്നുവെങ്കിൽ തീർച്ചയായും പൂർവജന്മ സുകൃതം കുറവായിരിക്കും. പൂർവജന്മങ്ങളിൽ ധനവും ഐശ്വര്യവും നിലനിന്ന കാലത്ത് സദാചാരവിരുദ്ധമായും ധർമ്മവിരുദ്ധമായും ചെയ്ത പാപങ്ങളാണ് ഈ ജന്മത്തിൽ മഹാലക്ഷ്മി അവരെ ഉപേക്ഷിക്കാൻ കാരണമായി മാറിയത്. ഒരു മനുഷ്യന് ജ്ഞാനം, അന്നം, വസ്ത്രം ഇവ ദാനം ചെയ്യാനേ വിധിയുള്ളൂ. നിങ്ങൾ മാസം 10,000 രൂപ വരുമാനമുള്ളയാളാണെങ്കിൽ അതിൽ 100 രൂപയിൽ കൂടുതൽ ദാനം ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും ബോധ്യമുള്ള ധർമ്മിഷ്ഠനായ സുഹൃത്തെങ്കിൽ 1000 രൂപ വരെ നൽകാം. അത് നഷ്ടപ്പെട്ടാലും ജീവിതത്തിൽ വലിയ ദോഷം വരില്ല. പകരം 1,00,000 രൂപ കടമെടുത്ത് അയാൾക്കു നൽകിയാൽ കടത്തിൽ മുങ്ങി ചാവുന്നവനാണെങ്കിൽ നിങ്ങളെയും കൂടെ കൂട്ടാൻ മടിക്കില്ല. സൗഹൃദം, സ്നേഹം, ഇഷ്ടം, മനുഷ്യത്വം ഇവ ധനം കൊണ്ടല്ല നൽകേണ്ടത്. എത്ര വലിയ ധനാധിപനും ജാതകം പരിശോധിച്ച് ധനനഷ്ടം വരാവുന്ന ദശകളും അപഹാരങ്ങളും തിരിച്ചറിഞ്ഞ് പരിഹാരകർമ്മങ്ങൾ ചെയ്തിരിക്കണം. ജാതകത്തിൽ 2, 9, 11 എന്നീ ഭാവങ്ങളെയും വ്യാഴം, ശുക്രൻ, ചന്ദ്രൻ എന്നിവരെയും വിലയിരുത്തി ബലാബലങ്ങൾക്കനുസരിച്ചാണ് ധനസ്ഥിതി ചിന്തിക്കുക. ജാതകത്തിലെ ഇന്ദുലഗ്നം കണ്ടെത്തുക. ഇന്ദുലഗ്നത്തിൽ പാപഗ്രഹങ്ങളായ രവി, കുജൻ, മന്ദൻ ഇവർ നിന്നാൽ എത്ര പരിശ്രമിച്ചാലും സമ്പന്നനാകില്ല. എന്നാൽ ചന്ദ്രനും ബുധനും ശരാശരി ധനാഭിവൃദ്ധി നൽകും. ഇനി ശുക്രനും വ്യാഴനും ഇന്ദുലഗ്നത്തിൽ നിന്നാൽ കോടീശ്വരനാക്കുമെന്നതിൽ സംശയം വേണ്ട. പക്ഷേ പാപദൃഷ്ടി പാടില്ല. ഇന്ദുലഗ്നം ശുദ്ധവും ശുഭഗ്രഹ ദൃഷ്ടിയും സമ്പന്നനാക്കുമെന്നു കാണിക്കുന്നു. ഇന്ദുലഗ്നത്തിൽ പാപഗ്രഹം വന്നാലും അത് അവരുടെ ഉച്ചരാശിയാണെങ്കിൽ ധനഭംഗത്തിനു പകരം സമ്പന്നത ഫലം. 2ഉം 11ഉം ഭാവാധിപന്മാരുടെ ദശാകാലത്ത് ആ ധനഭാഗ്യം അനുഭവത്തിൽ വരാം. സാമ്പത്തിക പരാധീനതയ്ക്ക് കാരണം തേടുമ്പോൾ കുടുംബശാപം, പൂർവജന്മശാപങ്ങൾ, ധർമ്മദേവതാ കോപം, ദാമ്പത്യ പൊരുത്തക്കുറവ്, ഗ്രഹങ്ങളുടെ അനിഷ്ടഭാവം, ഭൂമിദോഷം, പിതൃശാപം ഇങ്ങനെ പലതും കാണാറുണ്ട്. പല പരിഹാരങ്ങളും ചെയ്തു തളർന്നവർക്ക് പരീക്ഷിച്ച് ഫലം കണ്ട് ലഘുപരിഹാരങ്ങൾ ചെയ്തു നോക്കാം. ജാതകാൽ ശൈവദൈവിക അപ്രീതി കണ്ടാൽ അന്നപൂർണേശ്വരിക്കോ ദേവിപ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രത്തിലോ ശ്രീസൂക്ത അർച്ചന താമരപ്പൂ കൊണ്ട് നടത്തുക. വീട്ടുമുറ്റത്ത് ശുദ്ധവൃത്തിയോടെ താമര വളർത്തുക. വലംപിരിശങ്ക് ലക്ഷ്മി ആവാഹനത്തോടെ കച്ചവട സ്ഥലത്തു സൂക്ഷിക്കുന്നതും ധനം വർദ്ധിപ്പിക്കും.
ധനാകർഷണം, ത്രിപുരസുന്ദരി, അശ്വാരൂഢം ഇവയിൽ ജാതകാൽ യോജിച്ച യന്ത്രം വിധിപ്രകാരം ധരിക്കുകയോ പൂജാസ്ഥാനത്തു വച്ച് ദീപം തെളിക്കയോ ചെയ്യുക. ഋൺമോചന മന്ത്രം, ഋൺമോചന, ഗണേശ സ്തോത്രം, കനകധാരാ സ്തോത്രം, സൗന്ദര്യ ലഹരിയിലെ 22-ാമത്തെ ശ്ലോകം, മഹാലക്ഷ്മി അഷ്ടകം ഇവയിലൊന്ന് താന്ത്രിക അനുഷ്ഠാന വിധിപ്രകാരം ജപിക്കുക. കുബേരമന്ത്രമോ ധനാകർഷണ ശിവമന്ത്രമോ ധനേശനാരായണ മന്ത്രമോ ഉപാസിക്കുക. പൗർണമിയിൽ ദുർഗാദേവിക്ക് വെളുത്ത പൂക്കളാൽ പുഷ്പാഞ്ജലി നടത്തുക. വിഷ്ണുവിന്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ ലക്ഷ്മീനാരായണ പൂജ നടത്തുന്നതും വെള്ളിയാഴ്ച ശ്രീസൂക്താർച്ചന നടത്തുന്നതും കടബാധ്യത കുറയ്ക്കും. ശ്രീസൂക്തയന്ത്രമോ ശ്രീയന്ത്രമോ വിധിപ്രകാരം സ്ഥാപിച്ച് ശ്രീസൂക്തം ഉപാസിച്ചു വരുന്നവർക്ക് നാൾക്കുനാൾ ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. എന്തുതന്നെ ചെയ്യുന്നതായാലും ലക്ഷ്മി കടാക്ഷം നിലനിൽക്കാൻ വേണ്ടുന്ന പവിത്രത, ഭക്തി, ധർമ്മപരിഹാരം, വിഷ്ണു സഹസ്രനാമജപം, അനുഷ്ഠാനങ്ങൾ ഇവ നിർബന്ധമാണെന്നോർക്കുക. ജാതകത്തിൽ കേതു ദോഷമില്ലെന്ന് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്യാതെ ജന്മത്ത് രക്ഷപ്പേ. എത്ര ഗംഭീരമായ ഗജകേസരി യോഗമുണ്ടെങ്കിൽ കൂടി അധമയോഗം, ദരിദ്ര പോലുള്ള അമംഗള യോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിപ്പിച്ച് പരിഹാരം ചെയ്യുക. കാളസർപ്പ വിഷയോഗം, സർപ്പശാപം ഇവ ഉണ്ട് എങ്കിൽ പരിഹാരം ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ല. ധനം നിൽക്കാൻ ശിവാരാധന നിർബന്ധം.